കോൺഫിഡൻസ് സീവേജ് ട്രീറ്റ്മെൻറ്റ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ സീവേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് സീവേജ് എന്താണെന്ന് അറിയാം അല്ലേ. സീവേജ് എന്താണെന്ന് നോക്കാം. എന്താണ് സീവേജ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സീവേജ് ഈസ് വേസ്റ്റ് വാട്ടർ ഫ്രം കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? containing solid and liquid excreta derived from houses, street washing factories and industries. അല്ലേ, നമ്മുടെ വീടുകളിൽ നിന്നും അതേപോലെ തന്നെ സ്ട്രീറ്റ് വാഷിംഗ് വഴി ഉണ്ടാകുന്ന വേസ്റ്റ്, ഫാക്ടറിയിൽ നിന്ന് വരുന്ന അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറിന് പറയുന്ന പേരാണ് സീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഡെഫിനേഷൻ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വേസ്റ്റ് വാട്ടർ ഫ്രം കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉൾപ്പെടുന്നത് സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളുണ്ടാവും, ലിക്വിഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്റ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സീവേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് വാട്ടർ, കമ്മ്യൂണിറ്റിയിലുള്ള വേസ്റ്റ് വാട്ടറാണ്. അപ്പോൾ എന്താണ് സള്ളേജ് എന്ന് പറഞ്ഞാൽ? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. സള്ളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മാറിപ്പോകരുത്, അങ്ങോട്ട് മാറിപ്പോകരുത്. വേസ്റ്റ് വാട്ടർ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ, മനുഷ്യ വിസർജ്യമില്ലാത്ത വേസ്റ്റ് വാട്ടറിനെയാണ് സള്ളേജ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് വേസ്റ്റ് വാട്ടർ ഫ്രം കിച്ചൺ ആൻഡ് ബാത്റൂമിൽ നിന്നും അതേപോലെ തന്നെ കിച്ചണിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. അപ്പം രണ്ടിനും ഡെഫിനിഷൻസുകൾ പരസ്പരം മാറിപ്പോകാതെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇനി അതിൻ്റെ ഹെൽത്ത് ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സീവേജിൻ്റെ ഹെൽത്ത് ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Unless prompt measures are taken to provide proper means if sewage disposal, the following environmental problems may be created. ഈ വരുന്ന സീവേജ് കൃത്യമായിട്ട് ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ, അതിൻ്റെ ആ മാനദണ്ഡ പ്രകാരം ഡിസ്പോസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പാരിസ്ഥിതികമായും ആരോഗ്യപരമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്രിയേഷൻ ഓഫ് ന്യൂസൻസ്, നമുക്ക് അത് ഈ വെള്ളം കെട്ടി കിടക്കുമ്പോൾ തന്നെ നമുക്കത് ന്യൂസൻസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അൺസൈറ്റ്ലെസ് ആൻഡ് അൺപ്ലസൻറ്റ് ഓർഡർ, ഒരു വൃത്തിഹീനമായിട്ടുള്ള സ്മെല്ലും അതേപോലെ തന്നെ കാഴ്ചയുമാണ് ഈ സീവേജിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ നടന്നിട്ടില്ലെങ്കിൽ. അത് കെട്ടിക്കിടക്കുമ്പോൾ നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, അടുത്തെന്താ പറയുന്നത്? ബ്രീഡിങ് ദി ഫ്ലീസ് ആൻഡ് മോസ്കിറ്റോസ്, കൊതുക് അതേപോലെ തന്നെ മറ്റ് പരാതജീവികളൊക്കെ പെരുകാനും സാധ്യത കൂടുതലാണ്. ഇപ്പം ഈ കൊതുകുജന്യ രോഗങ്ങളൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഓടകളും ഈ സീവേജ് അതിൻ്റെ ഓടകളും കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യും അല്ലേ, കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡിസ്പോസൽ ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബ്രീഡിങ് പ്ലേസുകളൊക്കെ കൂടി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താ വരുന്നത്? പൊല്യൂഷൻ ഓഫ് സോയിൽ ആൻഡ് വാട്ടർ സപ്ലൈസ്, മണ്ണും അതേപോലെ തന്നെ ജലം അതേപോലെ തന്നെ ജലം ശേഖരിച്ച് വയ്ക്കുന്നതോ അല്ലെങ്കിൽ ജലത്തിൻ്റെ മറ്റ് സ്രോതസ്സുകളെല്ലാം പൊല്യൂഷൻ ആവും. കണ്ടാമിനേഷൻ ഓഫ് ഫുഡ്, അതുവഴി തന്നെ ഫുഡും കണ്ടാമിനേഷൻ ആവും. ഇൻക്രീസ് ദി ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, അസുഖങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ് ഈ അൺപ്രോപ്പർ ഡിസ്പോസൽ. ഈ സീവേജിൻ്റെ അൺപ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ കാരണം അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയാണ്? എൻഡോഹെൽമിന്തിക് ഡിസീസുകളൊക്കെ ഇതുവഴി നമുക്ക് അസുഖങ്ങൾ വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഹെൽത്ത് ആസ്പെക്ട്സുകൾ എന്ന് പറയുമ്പോൾ. ഇനി എന്തൊക്കെയാണ് സീവേജിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ കമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് സീവേജിൽ വരുന്നത് 99% ഓഫ് വാട്ടറാണ്. 99.9% ഓഫ് വാട്ടറാണ് സീവേജിൽ വരുന്നത്. ഓക്കെ, ദി സോളിഡ്സ് വിച്ച് കംപ്രൈസ് ദി 0.1% ആർ പാർഷ്യലി ഓർഗാനിക് ആൻഡ് പാർഷ്യലി ഇൻഓർഗാനിക്. അപ്പോൾ നമ്മൾ ഈ 99.9% വാട്ടറാണെന്ന് പറഞ്ഞു. ഇനി അതിൽ വരുന്ന 0.1% അതിൽ വരുന്ന സോളിഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? പാർഷ്യലി ഓർഗാനിക് ആൻഡ് പാർഷ്യലി ഇൻഓർഗാനിക്. ഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളും ഉണ്ടാവാം, ഇൻഓർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളും ഉണ്ടാവാം. ഓക്കെ, അത് നമുക്ക് ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഇനി എന്താ വേണ്ടത്? സീവേജ് ഈസ് ചാർജ്ഡ് വിത്ത് ന്യൂമറസ് ലിവിങ് ഓർഗാനിസംസ് ഡിറൈവ്ഡ് ഫ്രം ഫീസസ്. ഓക്കെ, സീവേജിൽ വരുന്നതാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ സീവേജിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? ന്യൂമറസ് ലിവിങ് ഓർഗാനിസം, ഒരുപാട് തരത്തിലുള്ള ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവും. നമ്മുടെ ഫീസസ്, ഈക്കോളി, ബാക്ടീരിയ, അത്തരം കാര്യങ്ങളൊക്കെ സീവേജിനകത്തുണ്ടാവും. എസ്റ്റിമേറ്റഡ് 1 gram ഓഫ് ഫീസസ് മേ കണ്ടെയ്ൻ അബൌട്ട് 1000 million ഓഫ് ഈക്കോളി, 10 to 100 million ഓഫ് ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി ആൻഡ് 1 to 1 million ഈഫ് കോളിഫോം പെർഫഞ്ചറസ് സീവേജിൽ അടങ്ങിയിരിക്കുന്നതാണ്.
അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. എത്രയാണ് ഇപ്പം 1 gram ഫീസസിൽ അടങ്ങിയിരിക്കുന്നതാണ് 1000 million ഈക്വളിയാണ് 1 gram ഫീസസിൽ അടങ്ങിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, ഒരു തവണ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ വരുന്നത് സ്ട്രെപ്റ്റോകോക്കി എത്രയാണ് ഉണ്ടാവുക? 10 to 100 million സ്ട്രെപ്റ്റോകോക്കി ഉണ്ടാവും. അതേപോലെ തന്നെ 1 to 1 million ഇഫ് അത് ഉണ്ടാവുകയാണെങ്കിൽ 1 million ഓഫ്, ഇഫ് അല്ല ഓഫ് ആണ്, 1 to 1 million ഓഫ് കോളിഫോം പെർഫൻജൻസ് ഫീസസിൽ അടങ്ങിയിരിക്കുന്ന 1 gram ഫീസസിൽ അടങ്ങിയിരിക്കുന്ന അതിൻ്റെ മെഷർമെൻറ്റ് അളവാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇനി നമ്മൾ സീവേജിൻ്റെ പ്യൂരിഫിക്കേഷൻ അതിൻ്റെ എയിംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് സീവേജ് പ്യൂരിഫിക്കേഷൻ്റെ അത് ലക്ഷ്യം ചെയ്യുന്നത്? ടു സ്റ്റെബിലൈസ് ദി ഓർഗാനിക് മാറ്റേഴ്സ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഓഫ് സേഫ്ലി. വളരെ സേഫായിട്ട് അത് ഡിസ്പോസ് ചെയ്യുക, അത് തന്നെയാണ് എൻ്റെ പ്യൂരിഫിക്കേഷൻ്റെ എയിം എന്ന് പറഞ്ഞാൽ. സ്റ്റെബിലൈസ് ദി ഓർഗാനിക് മാറ്റർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഓഫ് സേഫ്ലി, അത് സേഫായിട്ട് ഡിസ്പോസ് ചെയ്യുക. ടു കൺവേർട്ട് ദി സീവേജ് വാട്ടർ into an effluent of an acceptable standard of purity. This can be disposed of in land, rivers or sea. നമ്മൾ ഈ മലിന ജലം ഡയറക്റ്റ്ലി നമ്മൾ പുഴയിലേക്കോ കടലിലേക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഒഴുകി വിട്ടിട്ടുണ്ടെങ്കിൽ അത് മലിനപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ്, അതിൻ്റെ എഫ്ലുവൻ്റ് ആണ് ട്രീറ്റ് ചെയ്ത്, ഇപ്പോൾ ഈ സീവേജ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അതിൻ്റെ എഫ്ലുവൻ്റ് ആണ് നമ്മളത് സൂട്ടബിൾ ആയിട്ടുള്ള ഇപ്പം ലാൻഡ് ഫില്ലിങ്, ലാൻഡിലേക്കൊക്കെ ഒഴുക്കി വിടും, കൃഷിയിടങ്ങളിലേക്ക് ഒഴുക്കി വിടും, അല്ലെങ്കിൽ റിവറിലേക്ക് അല്ലെങ്കിൽ സീയിലേക്കൊക്കെ നമുക്ക് സേഫായിട്ട് ഒഴുക്കി വിടാം. ട്രീറ്റ് ചെയ്യാതെ ഒഴുക്കി വിട്ടാൽ എന്താണ്, അവിടെയും മലിനീകരണപ്പെടും, അതുവഴി പോയ്സണിങ് ഉണ്ടാവും, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് സീവേജ് പ്യൂരിഫിക്കേഷൻ ലക്ഷ്യമിടുന്നത്. വളരെ സേഫായിട്ട് ഡിസ്പോസ് ചെയ്യുക സീവേജിനെ. ഓക്കെ, ഇനി നമ്മൾ സീവേജിൻ്റെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ സീവേജിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് നോക്കാം അല്ലേ. ഓരോ സീവേജിന് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ സീവേജിൻ്റെ സ്ട്രെങ്ത്തിലേക്ക് വരുമ്പോൾ ഓരോരോ പോയിന്റുകളുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡാണ്. VOD എന്ന് പറയും, ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. എന്താണ് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്, ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ് ബൈ എ സാമ്പിൾ ഓഫ് സീവേജ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരിയഡ്, ജനറലി 5 days, at a specific temperature, generally 20 degrees Celsius, for an aerobic destruction or use of organic matter by living organisms. കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതിൽ അതെന്താണ് അർത്ഥം അതിന് പറയുന്നത്? ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ് ബൈ എ സാമ്പിൾ ഓഫ് സീവേജ് ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ്. നമ്മൾ 5 ദിവസമാണ് ആ പീരീഡ് പറയുന്നത്. ആ 5 ദിവസത്തിൽ ഓക്സിജൻ അബ്സോർബ്, ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ അബ്സോർബ്ഡ്, എത്ര എമൗണ്ട് ആണ് അബ്സോർബ് ചെയ്യുന്നത് ഈ നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക് പീരീഡിൽ, 5 ദിവസത്തെ ആ സ്പെസിഫിക് പീരീഡിൽ എത്രത്തോളമാണ് ഈ ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നത്. അറ്റ് സ്പെസിഫിക് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 5 ദിവസം 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്രയാണോ ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദി അയറോബിക് ഡിസ്ട്രക്ഷൻ ഓർ യൂസ് ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ ലിവിങ് ഓർഗാനിസം. എയറോബിക് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവാണ് നമ്മൾ ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് ജനറലി അതിൻ്റെ സ്പെസിഫിക് പീരീഡ് പറഞ്ഞാൽ 5 ദിവസം 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എയറോബിക് ഡിസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് സീവേജ് അബ്സോർബ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവാണ് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഇനി അത് പറയുന്നത് റേഞ്ച് ഫ്രം അബൌട്ട് 1 milligram per liter for natural water to about 300 milligram per liter for untreated domestic sewage. എങ്ങനെയാണ് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അതിൻ്റെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? 1 gram പെർ ലിറ്റർ, 1 ലിറ്ററിന് 1 ഗ്രാമാണ് സാധാരണ ജലത്തിൽ നാച്ചുറൽ വാട്ടറിൽ വേണ്ടത്. ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ
1 ലിറ്ററിലേക്ക് 1 മില്ലിഗ്രാം 1 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് നാച്ചുറൽ വാട്ടറിന്റെ ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ. ടു അബൌട്ട് 300 പെർ ലിറ്റർ, 1 ലിറ്ററിന് 300 മില്ലിഗ്രാം ആണ് എന്തിനുള്ളത്, അൺട്രീറ്റഡ് ആയിട്ടുള്ള ഡൊമസ്റ്റിക് സീവേജിന്റെ ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, അതിന്റെ റേഞ്ച് മനസ്സിലാക്കണം. നാച്ചുറൽ വാട്ടറിന് 1 ഗ്രാം പെർ ലിറ്ററും അതുപോലെ തന്നെ അൺട്രീറ്റഡ് ഡൊമസ്റ്റിക് സീവേജിന് 300 പെർ ലിറ്റർ ആണ് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഓക്കെ, ഇനി ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ് 300 പെർ ലിറ്റർ ആർ എബോവ് സീവേജ് ഈസ് സ്ട്രോങ്. 300 മില്ലിഗ്രാം പെർ ലിറ്ററിന്റെ മുകളിലാണെങ്കിൽ ആ സീവേജ് സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ 100 മില്ലിഗ്രാം പെർ ലിറ്റർ ഈ സൈഡ് ടു വീക്ക്. 100 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണെങ്കിൽ അത് വീക്ക് സീവേജും, 300-ന് മുകളിലാണെങ്കിൽ ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 300-ന് മുകളിലാണെങ്കിൽ ആ സീവേജ് സ്ട്രോങ് സീവേജുമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കണേ. അപ്പോൾ അതിൻ്റെ റേഞ്ച് മനസ്സിലായല്ലോ. നമ്മൾ സ്ട്രോങ് സീവേജ് എന്ന് പറയുന്നത് ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 300 പെർ ലിറ്റർ ആകുമ്പോഴാണ് സീവേജ് സ്ട്രോങ് ആവുന്നതും 100 പെർ ലിറ്റർ ആകുമ്പോൾ സീവേജ് താരതമ്യേന വീക്കായിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് COD ആണ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. നമ്മൾ ആദ്യം നോക്കിയത് നമ്മൾ BOD എന്ന് പറയും, ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അടുത്ത് വരുന്നത് COD ആണ് വരുന്നത്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് CODയുടെ ഫുൾ ഫോം വരുന്നത്. എന്താണ് CODയിൽ പറയുന്നത്? CODയിൽ എന്താ പറയുന്നത്? The test measures the oxygen equivalent of the portion of organic matter and matter in a sample which is susceptible to oxidizing by a strong chemical oxidizer. ഇത് ടെസ്റ്റ് ടെസ്റ്റ് എന്തിനാ ചെയ്യുന്നത്? മെഷർ ദി ഓക്സിജൻ ഈക്വലന്റ് ഓഫ് ദി പോർഷൻ ഓഫ് ദി ഓർഗാനിക് മാറ്റർ. ഓക്സിജൻ ഈക്വലന്റ് ടു ദി പോർഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്ററിന് ഈക്വലന്റ് ആയിട്ടുള്ള ഓക്സിജന്റെ ലെവലാണ്, അതാണ് പറയുന്നത് COD, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ എ സിമ്പിൾ വിച്ച് സസെപ്റ്റബിൾ ടു ഓക്സിഡൈസിംഗ് ബൈ സ്ട്രോങ് കെമിക്കൽ ഓക്സിഡൈസർ. ഓക്സിഡേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഓക്സിജൻ ഈക്വലന്റ് ടു ദി പോർഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റേഴ്സ് അത് അവിടെ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി വരുന്ന ഓക്സിജന്റെ ലെവലാണ്, ഓക്സിജൻ ഈക്വലന്റ് ലെവലാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് COD എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് സസ്പെൻഡഡ് സോളിഡ്സ് ആണ്. എന്തൊക്കെയാണ് സസ്പെൻഡഡ് സോളിഡ്സ് ആയിട്ട് ഉള്ളത്? സീവേജിൽ വരുന്ന സസ്പെൻഡഡ് സോളിഡ്സ് ആയിട്ട് ദേ ആർ യെറ്റ് അനദർ ഇൻഡിക്കേറ്റർ ഓഫ് സ്ട്രെങ്ത് ഓഫ് സീവേജ്. സീവേജിന്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ. അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ടാവും. അപ്പം അതിന്റെ ഈ സിവേജിന്റെ സ്ട്രെങ്ത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സസ്പെൻഡഡ് സോളിഡ്സ്. ദി എമൗണ്ട് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് ഇൻ ഡൊമസ്റ്റിക് സിവേജ് may vary from 100 to 500 ppm parts per million milligram per liter എന്നാണ് പറയുന്നത്. എങ്ങനെ വരുന്നത്? The amount of suspended solids in domestic sewage may vary from 100 to 500 ppm. ഓക്കെ, 100 മില്ലിഗ്രാം പെർ ലിറ്റർ വീക്ക് ആണ്. അതുപോലെ തന്നെ 500 മില്ലിഗ്രാം പെർ ലിറ്റർ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആണ്, സസ്പെൻഡഡ് സോളിഡ്സിന്റെ ലെവലിലേക്ക് വരുമ്പോൾ. ഓക്കെ, സസ്പെൻഡഡ് സോളിഡ്സ് ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളായിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ സീവേജിൻ്റെ സ്ട്രെങ്ത്തിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പം സ്ട്രെങ്ത്തിൻ്റെ ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞത്? ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആകുമ്പോൾ എന്താ പറയുന്നത്? 300 പെർ ലിറ്റർ ആണ്. അത് എബോവ് വരുമ്പോഴാണ് സ്ട്രോങ് സീവേജ് വരുന്നത്. 100 പെർ മില്ലിഗ്രാം പെർ ലിറ്റർ ആകുമ്പോൾ അത് വീക്ക് ആവും, ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇനി കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് പറയുമ്പോൾ അതിനകത്ത് റേഞ്ച് ഇല്ല, പക്ഷേ അതിൻ്റെ ഇക്വലൻസ് ആണ് നോക്കേണ്ടത്. സസ്പെൻഡഡ് സോളിഡ്സ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സസ്പെൻഡഡ് സോളിഡ്സ് ആകുമ്പോൾ ഡൊമസ്റ്റിക് ഇതിനകത്ത് 100 to 500 ppm ആണ്. അപ്പം 100 വരുമ്പം അത് താരതമ്യേന വീക്ക് ആവും. അതുപോലെ തന്നെ സസ്പെൻഡഡ് സോളിഡ്സ് 500 മില്ലിഗ്രാം പെർ ലിറ്റർ വരുമ്പോൾ സീവേജ് സ്ട്രോങ് സീവേജ് ആവും. ഓക്കെ, ഇനി നമുക്ക് അതിൽ വരുന്ന ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് അതിൽ ഫസ്റ്റിൽ വരുന്നത് എറോബിക് പ്രോസസ്സാണ്. എന്താണ് എറോബിക് പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? മോസ്റ്റ് എഫിഷ്യന്റ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്. സീവേജിൽ ഉള്ള
ഓർഗാനിക് മാറ്ററിനെ റിഡ്യൂസ് ചെയ്യുന്നതിനാണ്. അത് അതിൻ്റെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. എയറോബിക് പ്രോസസ്സ് വഴിയാണ് ഓർഗാനിക് മാറ്റേഴ്സിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നത്? പ്രോസസ് റിക്വയർ ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഫ്രീ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ആ ഒരു ഓർഗാനിക് മാറ്റേഴ്സിനെ ഡീകമ്പോസിഷൻ നടക്കുകയുള്ളൂ. ഓർഗാനിക് മാറ്റേഴ്സിനെ വിഘടനം നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ വേണം. ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലൈ വേണം ആ എയറോബിക് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. ദി ഓർഗാനിക് മാറ്റർ ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ കോമ്പൗണ്ട്സ്. എന്തൊക്കെയായിട്ടാണ് അത് ബ്രോക്കൺ ആവുന്നത്? എയറോബിക് മാറ്റേഴ്സ്, ഓർഗാനിക് മാറ്റർ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ എയറോബിക് പ്രോസസ്സിൽ? എന്തൊക്കെയായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡ്, CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നുണ്ട്, വാട്ടർ ആവുന്നുണ്ട്, അമോണിയ ആവുന്നുണ്ട്, നൈട്രൈറ്റ്സ് ആവുന്നുണ്ട്, നൈട്രൈറ്റ്സ് ആൻഡ് സൾഫേറ്റ്സ് ആവുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഈ ഓർഗാനിക് മാറ്റർ ബ്രോക്കൺ ഡൗൺ ടു ദി സിംപ്ലർ കോമ്പൗണ്ട്സ്. ഈ അയറോബിക് പ്രോസസ്സിൻ്റെ വഴി ഈ ഓർഗാനിക് മാറ്റർ ഇത് വിഘടിച്ച് ഉണ്ടാവുന്ന പദാർത്ഥങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, നൈട്രൈറ്റ്സ് ആൻഡ് സൾഫേറ്റ്സ് ബൈ ദി ആക്ഷൻ ഓഫ് ബാക്ടീരിയൽ ഓർഗാനിസം ഇൻക്ലൂഡിങ് ഫംഗി ആൻഡ് പ്രോട്ടോസോവ. അപ്പം ഈ അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ ഓർത്ത് വെക്കണം. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, നൈട്രൈറ്റ്സ് ആൻഡ് സൾഫേറ്റ്സ് ആണ് ഓർഗാനിക് മാറ്റർ ബ്രോക്കൺ ആയിട്ട് ഈ എയറോബിക് പ്രോസസ്സ് വഴി വരുന്ന അതിൻ്റെ ബൈ പ്രോഡക്റ്റുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അനോറോബിക് പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താണ് അനോറോബിക് പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത്? When the sewage is highly concentrated and contain plenty of solids, the anaerobic process is highly effective. അല്ലേ, നമ്മളിപ്പം അതിന് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ ലിവിങ് ഉണ്ടാവും. അതിൽ വരുന്നതാണ് ഇഷ്ടം പോലെ ഈ പ്ലെൻറ്റി ഓഫ് സോളിഡ്സ് ഉണ്ടാവും, ഖരപദാർത്ഥങ്ങൾ ഒരുപാടുണ്ടാവും ഈ സീവേജിനകത്ത് വരുമ്പോൾ. അപ്പോൾ ഈ ഖരപദാർത്ഥങ്ങൾ കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? സോളിഡ്സിൻ്റെ ലെവലൊക്കെ കൂടുമ്പോൾ താരതമ്യേന സീവേജ് സ്ട്രോങ് സീവേജ് ആവും. ഓക്കെ, അപ്പോൾ അവിടെ ഈ അനറോബിക് പ്രോസസ്സ് വഴിയാണ് ഇത് നമുക്ക് ഈ സോളിഡ്സിനെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റുള്ളൂ. When the sewage is highly concentrated and contain plenty of solids, the anaerobic process is highly effective. Anaerobic process ആണ് ഈ സോളിഡ്സിനെ സീവേജിലുള്ള സോളിഡ്സിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. അതിൻ്റെ എൻഡ് പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണ് വരുന്നത്? ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഡീകമ്പോസിഷൻ ആർ മീഥേൻ വരുന്നുണ്ട്, അമോണിയ വരുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും ആണ് എൻഡ് പ്രോസസ്സ്. അനോറോബിക് പ്രോസസ്സിൻ്റെ എൻഡ് പ്രോഡക്റ്റുകൾ പറയുന്നത് മീഥേൻ, അമോണിയ, കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ ഹൈഡ്രജൻ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എറോബിക് പ്രോസസ്സിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ എൻഡ് പ്രോഡക്റ്റുകൾ പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അമോണിയ, നൈട്രൈറ്റ്സ് ആൻഡ് സൾഫേറ്റ്സ് ആണ് എറോബിക് പ്രോസസ്സിൻ്റെ എൻഡ് പ്രോഡക്റ്റുകൾ പറയുന്നത്. രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സീവേജിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സീവേജിൻ്റെ പറഞ്ഞു. ഇനി നമുക്ക് പോകുന്നത് മോഡേൺ സീവേജ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഇതിൻ്റെ ഹെഡിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സീവേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നത്? ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഈ സീവേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്? നമുക്കത് കൃത്യമായിട്ട് അത് സള്ളേജ് ആക്കി മാറ്റണം, എഫ്ലുവൻ്റ് ആക്കി മാറ്റണം. നമുക്ക് ഇപ്പോൾ ഈ വരുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറാണ് സീവേജ് എന്ന് നമ്മൾ പഠിച്ചു. ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് അത് മറ്റ് തലത്തിലുള്ള ഉപയോഗങ്ങൾക്കോ അല്ലെങ്കിൽ സേഫായിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് വഴി നടത്തുന്നത്, മോഡേൺ സീവേജ് ട്രീറ്റ്മെൻറ്റ് വഴി നടത്തുന്നത്. അതിനകത്ത് ആ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു ധാരണ കിട്ടും. ഫസ്റ്റിൽ വരുന്നത് നമ്മൾ സീവേജ് നമുക്ക് പ്ലാന്റിനകത്തുള്ള പിക്ചറാണ്. അത് സ്ക്രീനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രിറ്റ് ചാമ്പർ ഉണ്ട്. പിന്നെ അത് പോകുന്നത് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്കാണ്. പിന്നീടാണ് അവിടെ നിന്നാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ വരുന്നത് ഒരു ഫൈനൽ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഉണ്ട്, അവിടെ നിന്നാണ് കൃത്യമായിട്ട് എഫ്ലുവൻ്റ് ഡിസ്പോസലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് പ്രക്രിയകൾ നടത്തുന്നത്, അതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് ഈ മോഡേൺ സീവേജ് ട്രീറ്റ്മെൻറ്റ് ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പോയിന്റുകളായിട്ട് പെട്ടെന്ന് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്, ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ബേസ് ചെയ്തിരിക്കുന്നത്? എന്താണ് മോഡേൺ സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്താണ് ബേസ് ചെയ്തിരിക്കുന്നത്? ബേസ്ഡ് ഓൺ ദി ബയോളജിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് സീവേജ് പ്യൂരിഫിക്കേഷൻ. സീവേജിന് പ്യൂരിഫിക്കേഷൻ നടത്തുന്ന ബയോളജിക്കൽ പ്രിൻസിപ്പിളിനെയാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്.
where the purification is brought about by the action of anaerobic and aerobic bacteria. നമ്മൾ ആദ്യമേ പഠിച്ചു, ഇപ്പോൾ കുറച്ച് നേരത്തെ പഠിച്ചു, എറോബിക് പ്രോസസ്സും അതേപോലെ തന്നെ അനോറോബിക് പ്രോസസ്സും എറോബിക് പ്രോസസ്സും പഠിച്ചു. അപ്പം ഈ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് വഴിയാണ് ഏതൊക്കെ അനോറോബിക് ബാക്ടീരിയയും അതേപോലെ തന്നെ എറോബിക് ബാക്ടീരിയയുടെയും ഫംഗ്ഷൻ വഴിയാണ് ഈ സീവേജ് പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അതിൻ്റെ ആക്ഷനാണ്. ഇപ്പോൾ എറോബിക് പ്രോസസ്സിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ അനോറോബിക് പ്രോസസ്സിംഗ് ഉണ്ടാവും. അപ്പം അതാണ് ഈ മോഡേൺ സീവേജ് ട്രീറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത്, ഈ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ്. അതിൻ്റെ 2 സ്റ്റേജാണുള്ളത്. നമുക്ക് വരുന്ന 2 സ്റ്റേജാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? The solids are separated from the sewage partially by screening and partially by sedimentation and subjected to the anaerobic digestion, which is the first stage of purification. Purification start ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേജാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സീവേജിൽ അടങ്ങിയിരിക്കുന്ന സോളിഡ്സ് അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതെങ്ങനെ? പാർഷ്യലി സ്ക്രീനിങ് വഴി നമ്മളത് സെപ്പറേറ്റ് ചെയ്യും. നമുക്ക് പിക്ചറിനകത്തുണ്ട്. ഫസ്റ്റ് നമ്മളത് സ്ക്രീനിങ് വഴി ഹെവി സോളിഡ്സ് ഒക്കെ അത് സെപ്പറേറ്റ് ചെയ്യും. ഇനി വീണ്ടും ആൻഡ് പാർഷ്യലി ബൈ സെഡിമെൻറ്റേഷൻ, ഈ സീവേജ് വാട്ടർ സെഡിമെൻറ്റേഷൻ ചെയ്തിട്ട് അതുവഴി ഈ സോളിഡ്സ് അത് സെപ്പറേറ്റ് ചെയ്യും. അതാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്ന പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. അതിൽ വരുന്നത് അനോറോബിക് ഡൈജഷൻ ആണ്. ഈസ് ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ. ഇനി അടുത്ത് വരുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും ഇത് സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും അല്ലെ, പ്യൂരിഫിക്കേഷൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് ആണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. എന്താണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്താ ചെയ്യുന്നത്? ദി എഫ്ലുവൻറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എയറോബിക് ഓക്സിഡേഷൻ. എഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇത് സീവേജ് ട്രീറ്റ് ചെയ്ത് വരുന്ന വാട്ടറാണ് എഫ്ലുവൻറ്റ് എന്ന് പറയുന്നത്. ആ എഫ്ലുവൻറ്റിനെയാണ് നമ്മൾ എഫ്ലുവൻറ്റ് സബ്ജക്റ്റഡ് ടു എയറോബിക് ഓക്സിഡേഷൻ. ആ എഫ്ലുവൻറ്റിന് വീണ്ടും എയറോബിക് ഓക്സിഡേഷൻ ചെയ്യും. അതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് പോവാം. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി പോകാം. ഓക്കെ, ഫസ്റ്റിൽ നടത്തും നമ്മൾ പറഞ്ഞില്ലേ, സോളിഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് നടത്തും. സോളിഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിങ് നടത്തും. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ സ്ക്രീനിങ്ങിൽ എന്താ ചെയ്യുന്നത്? സീവേജ് അറൈവ്ഡ് അറ്റ് ദി ഡിസ്പോസൽ വർക്ക് ഇഫ് ഈസ് ഫസ്റ്റ് പാസ്ഡ് ത്രൂ എ മെറ്റൽ സ്ക്രീൻ വിച്ച് intercepted large floating objects such as pieces of wood, rags, അതേപോലെ തന്നെ masses of garbage and dead animals to prevent clogging. അപ്പം ഈ വരുന്ന സീവേജ് ഫസ്റ്റ് എവിടേക്കാണ് പോകുന്നത്? ഒരു സ്ക്രീനിങ് ചാമ്പറിലേക്കാണ് പോകുന്നത് അല്ലേ. ഒരു ഫസ്റ്റ് പാസ്ഡ് ത്രൂ എ മെറ്റൽ സ്ക്രീൻ വിച്ച് ഇന്റർസെപ്റ്റ്സ്, ഒരു മെറ്റൽ സ്ക്രീനുള്ള ആ ചാമ്പറിലൂടെയാണ് ഫസ്റ്റിലെ നമ്മൾ സീവേജ് കടത്തിവിടുന്നത്. അപ്പോൾ അതുവഴി ഈ സ്ക്രീനിൽ വെച്ചിരിക്കുന്ന ഇപ്പോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് അതിനെ അരിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു തരം വലിയ മെറ്റലിൻ്റെ പെടലുകളുണ്ടാവും. അപ്പോൾ അതുവഴി ഇതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അതുവഴി സ്ക്രീനിങ് നടക്കും. വലിയ മെറ്റീരിയൽസ് അല്ല അതിനകത്ത് പറയുന്നത് ഈ മരത്തിൻ്റെ കഷ്ണങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വലിയ ഭക്ഷണ പദാർത്ഥം, ഗാർബേജ്, അതുപോലെ തന്നെ ആനിമൽസ്, ഡെഡ് ആനിമൽസ്, അതൊക്കെ അവിടെ തങ്ങി നിൽക്കും. അവിടെ തങ്ങി നിന്ന് അതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. വലിയ മെറ്റീരിയൽസ് എല്ലാം ഈ സീവേജിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ക്രീനിങ് ചാമ്പറിൽ എന്താണ് ഉൾക്കൊള്ളുന്നത്? സ്ക്രീൻ കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ inclined steel bars usually set 5 cm apart. 5 സെന്റിമീറ്റർ ഇടവിട്ട് ഇതേപോലെ തന്നെ സ്റ്റീൽ ബാറുകൾ ഉണ്ടാവും. ആ സ്റ്റീൽ ബാറുകൾക്ക് ഇടയിലൂടെയാണ് സീവേജ് കടത്തി വിടുമ്പോൾ ഈ സ്റ്റീൽ ബാറിൽ തടഞ്ഞു നിൽക്കും. അതാണ് ഇതിൻ്റെ പ്രക്രിയ വരുന്നത്, സ്ക്രീനിങ്ങിൽ വരുന്നത്. അതുവഴി ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന മരക്കഷ്ണങ്ങളാണെങ്കിലോ മറ്റെന്ത് പദാർത്ഥങ്ങളാണെങ്കിലും വലിയ പദാർത്ഥങ്ങളൊക്കെ അതിൽ തടഞ്ഞു നിൽക്കും. അതുവഴി നമുക്കത് അവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം. ഓക്കെ, സ്ക്രീനിങ് ആർ റിമൂവ്ഡ് ടൈം ടു ടൈം either manually or mechanically and disposed of on trunching or barrier. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, ഇപ്പോൾ ഡെഡ് ആനിമൽസ് ഒക്കെ വരും ഈ സ്ക്രീനിങ് നടക്കുമ്പോൾ. ആ സ്ക്രീനിങ് ചാമ്പറിൽ അവിടെ അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കും. അതൊക്കെ അതത് സമയങ്ങളിൽ അത് റിമൂവ് ചെയ്യണം. ടൈം ടു ടൈം അതത് സമയങ്ങളിൽ ഈ സ്ക്രീനിങ്ങിൽ വന്നിരിക്കുന്ന
ഈ പദാർത്ഥങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. അത് ഒന്നുകിൽ മാനുവലായിട്ട് ചെയ്യുക അല്ലെങ്കിൽ മെക്കാനിക്കലായിട്ട് ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈ അതിൻ്റെ ഫ്ലോ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്രീനിങ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അത് അവിടുന്ന് റിമൂവ് ചെയ്ത് അത് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യണം. ഒന്നുകിൽ ട്രഞ്ചിങ് ചെയ്യണം അല്ലെങ്കിൽ ബറിയൽ ചെയ്യണം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പിന്നെ വീണ്ടും വരുന്ന ഇതേപോലെ സോളിഡ് ഐറ്റംസുകളൊക്കെ ഒരുപാടുണ്ടാവും. അപ്പം അങ്ങനെ അത് ടൈം ടു ടൈം അത് ചെയ്താൽ മാത്രമാണ് ഈ പ്യൂരിഫിക്കേഷൻ്റെ ഒരു വർക്ക് ഫ്ലോ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇനി സ്ക്രീനിങ് കഴിഞ്ഞ് അതിൽ നിന്നുള്ള ബിഗ് സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. എല്ലാ കാര്യങ്ങളും എല്ലാം എടുത്ത് റിമൂവ് ചെയ്തു. ഇനി വരുന്നത് ഗ്രിറ്റ് ചാമ്പറാണ്. എന്താണ് ഗ്രിറ്റ് ചാമ്പറിൽ എന്താണ് ചെയ്യുന്നത്? ഗ്രിറ്റ് ചാമ്പറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? സീവേജ് ഈസ് ദെൻ പാസ്ഡ് ത്രൂ എ ലോങ് നാരോ ചാമ്പർ കാൾഡ് ഗ്രിറ്റ് ചാമ്പർ ഓർ ഡെട്രിറ്റസ് ചാമ്പർ അല്ലേ? ഇപ്പം നമ്മൾ സ്ക്രീനിങ് കഴിഞ്ഞിരിക്കുന്ന സീവേജ് പിന്നെ നമ്മൾ കടത്തിവിടുന്നത് ഒരു ലോങ് നാരോ ചാമ്പറിലൂടെയാണ് കടത്തിവിടുന്നത്. അത് എത്രത്തോളം ലെങ്ത് ഉണ്ടാവും? അപ്രോക്സിമേറ്റ്ലി 10 to 20 മീറ്റർ ലെങ്ത്തിലുള്ള ചാമ്പറിലൂടെയാണ് നമ്മൾ ഈ സീവേജ് പിന്നീട് കടത്തിവിടുന്നത്. അത് ആ മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, അത് കൃത്യമായിട്ടുള്ള ഒരു വെലോസിറ്റിയിലൂടെയാണ്. എങ്ങനെയാണ്? 1 foot per second ആ വെലോസിറ്റിയിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് ഗ്രിറ്റ് ചാമ്പറിലൂടെ സീവേജ് കടത്തിവിടുന്നത്. അതിൻ്റെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അബൌട്ട് 1 foot per second ആണ് അതിൻ്റെ വെലോസിറ്റിയിൽ നമ്മൾ ഈ ഗ്രിറ്റ് ചാമ്പറിനകത്തേക്ക് സീവേജ് കടത്തിവിടുന്നത്. വിത്ത് എ ഡിറ്റൻഷൻ പീരീഡ് ഓഫ് 30 seconds to 1 minute. ആ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ആ ഈ ഗ്രിറ്റ് ചാമ്പറിനകത്ത് അതിൻ്റെ വെലോസിറ്റി നമ്മൾ പറഞ്ഞു 1 foot per second. ഒരു സെക്കൻഡിൽ 1 ഫൂട്ടാണ്, ഒരു അടിയാണ് നമ്മൾ അതിൻ്റെ വെലോസിറ്റി. അതിൻ്റെ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ആ ഗ്രിറ്റ് ചാമ്പറിനകത്ത് അത് 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ അതിനകത്ത് നിൽക്കാനുള്ള രീതിയിൽ അതിൻ്റെ പയ്യാണ് അതിനകത്ത് കൂടെ ഒഴുകി പോവുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഫംഗ്ഷൻ എന്താ പറയുന്നത്? ടു അലോ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഹെവിയർ സോളിഡ്സ് സച്ച് ആസ് സാൻഡ്, ഗ്രാവൽ, വൈൽ പെർമിറ്റിംഗ് ദി ഓർഗാനിക് മാറ്റർ ടു പാസ് ത്രൂ. അങ്ങനെ പതുക്കെ പോകുമ്പോൾ നമുക്കറിയാലോ, വെള്ളം പതുക്കെ ഒഴുകി പോകുമ്പോൾ അതിനകത്ത് വരുന്ന ഇപ്പോൾ ഗ്രാവൽസ് ആണെങ്കിലും ചരലാണെങ്കിലും അല്ലെങ്കിൽ മണ്ണാണെങ്കിലും മണലാണെങ്കിലും എന്താണെങ്കിലും തന്നെ അത് താരതമ്യേന സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിഭാഗത്ത് അത് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു വെലോസിറ്റിയിലാണ് ഈ ഗ്രിറ്റ് ചാമ്പറിനകത്തൂടെ ഈ സീവേജ് കടന്നു പോകുള്ളൂ. ഇതിൻ്റെ അവസാനം എന്താ ഉണ്ടാവുന്നത്? ഗ്രിറ്റ് ഡിസ്പോസ്ഡ് ഓഫ് പ്ലെയിൻ ഡംപിങ് ഓർ ട്രഞ്ചിങ്. ആ ഗ്രിറ്റ് അല്ല ആ ഒഴുകിപ്പോയിട്ട് അതിന് അടിയിലുണ്ടാവുന്ന ആ അവശിഷ്ടത്തെയാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രിറ്റ് എന്ത് ചെയ്യുന്നു? ഡിസ്പോസ്ഡ് ഓഫ് പ്ലെയിൻ ഡംപിങ് ഓർ ട്രഞ്ചിങ്, കുഴിച്ചു മൂടുകയോ അല്ലെങ്കിൽ ഡംപിങ് ചെയ്യുകയോ ചെയ്യുന്നു. അതാണ് ഗ്രിറ്റ് ചാമ്പറിനകത്ത്. വീണ്ടും നമ്മൾ സ്ക്രീനിങ്ങിൽ വലിയ പദാർത്ഥങ്ങൾ അതിനകത്ത് റിമൂവ് ചെയ്തു. ഗ്രിറ്റ് ചാമ്പറിനകത്ത് അതിനകത്ത് വരുന്ന സാൻഡ്, ഗ്രാവൽ, അതുപോലെ തന്നെ മറ്റ് ചെറിയ പദാർത്ഥങ്ങളെല്ലാം നമ്മൾ ഈ ഗ്രിറ്റ് ചാമ്പറിനകത്ത് അതവിടെ സെഡിമെൻറ്റ് ചെയ്ത് കിടക്കും. അത് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഗ്രിറ്റ് നമ്മളെടുത്ത് ഡിസ്പോസ് ചെയ്യും. വീണ്ടും എന്ത് ചെയ്യുന്നു? അടുത്ത പ്രക്രിയയിലേക്ക്. ഇനി വരുന്നത് പ്രൈമറി സെഡിമെൻറ്റേഷൻ ആണ്. പ്രൈമറി സെഡിമെൻറ്റേഷൻ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഗ്രിറ്റ് ചാമ്പർ വഴി അതിൽ നിന്നുള്ള സാൻഡ്, ഗ്രാവൽ എല്ലാം റിമൂവ് ആയിട്ട് വരുന്ന ആ സീവേജ്. പ്രൈമറി സെഡിമെൻറ്റേഷൻ ഇറ്റ് ഈസ് എ വെരി ലാർജ് റെക്ടാങ്കുലർ ടാങ്ക് ഹോൾഡിംഗ് ഫ്രം 1/4 to 1/3 ദി ഡ്രൈ വെതർ ഫ്ലോ. വലിയൊരു ടാങ്കിലേക്കാണ് വീണ്ടും നമ്മൾ ഈ സീവേജ് പാസ് ചെയ്യുന്നത് ഗ്രിറ്റ് ചാമ്പർ വഴി. പിന്നെ അത് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്കാണ് എത്തുന്നത്. ഓക്കെ, ഇനി അത് എന്താണ് വരുന്നത്? നമ്മളവിടെ സീവേജ് ഈസ് മേഡ് ഓഫ് ഫ്ലോ വെരി സ്ലോലി അക്രോസ് ദി ടാങ്ക് അറ്റ് ദി വെലോസിറ്റി ഓഫ് 1 to 2 feet per minute. വളരെ സ്ലോവിലാണ് ഈ ഇതിനകത്ത് ഈ ടാങ്കിനകത്തേക്ക് ഫ്ലോ ചെയ്യുന്നുള്ളൂ. 1 to 2 feet per minute ആ ഒരു സ്പീഡിലാണ്, അത്രയും സ്ലോവിലാണ് ഈ സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് സീവേജ് ഫ്ലോ ചെയ്യുള്ളൂ. സീവേജ് സ്പെൻഡ് അബൌട്ട് 6 to 8 hours ഇൻ ടാങ്ക്. 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ ഈ സീവേജ് ഈ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നിയർലി 5 to 70% ഓഫ് ദി സോളിഡ് സെറ്റിൽ ഡൗൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി.
സീവേജ് സെഡിമെന്റേഷൻ ടാങ്കിൽ ഗ്രാവിറ്റി വഴി ഇത്രയും സമയം നിൽക്കുകയാണ് അല്ലേ, 6 മുതൽ 8 മണിക്കൂർ വരെ സീവേജ് ഈ സെഡിമെന്റേഷൻ ടാങ്കിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ അടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള ഈ മറ്റ് സോളിഡ് പദാർത്ഥങ്ങളൊക്കെ ഒരു 50 മുതൽ 70% സോളിഡ് പദാർത്ഥങ്ങളും സെറ്റിൽ ഡൗൺ, താഴേക്ക് സെറ്റിലാവും. ആ ഗ്രാവിറ്റി പ്രകാരം അത് സെറ്റിലാവും. റിഡക്ഷൻ ബിറ്റ്വീൻ 30 to 40% in the number of coliform organisms is obtained. അല്ലേ, നമുക്ക് എത്ര 30 മുതൽ 40% കോളിഫോം ബാക്ടീരിയ അതുവഴി റിഡക്ഷൻ ആവും. ഈ സെറ്റിൽമെന്റിൽ അങ്ങനെ നിൽക്കില്ല, 6 മുതൽ 8 മണിക്കൂർ വരെ അങ്ങനെ ടാങ്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുവഴി 30 മുതൽ 40% കോളിഫോം ഓർഗാനിസംസ് ഒക്കെ എന്നാൽ തന്നെ റിഡക്ഷൻ ആവും, കുറഞ്ഞു പോകും. ഇനി എന്താ നടക്കുന്നത്? ദി ഓർഗാനിക് മാറ്റർ വിച്ച് സെറ്റിൽ ഡൗൺ ഈസ് കാൾഡ് സ്ലഡ്ജ്. ഓർഗാനിക് മാറ്റർ ആൻഡ് റിമൂവ്ഡ് മെക്കാനിക്കലി. നമ്മൾ നമ്മളിപ്പോൾ ഈ 6 മുതൽ 8 മണിക്കൂർ ഈ ടാങ്കിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റി വഴി അതിൻ്റെ സോളിഡ് മാറ്റർ ഇതെല്ലാം താഴേക്ക് സെറ്റിലാവും. ആ സെറ്റിലാവുന്ന പദാർത്ഥത്തിന് പറയുന്ന പേരാണ് സ്ലഡ്ജ്. ആ സ്ലഡ്ജ് അത് മെക്കാനിക്കലായിട്ട് റിമൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി എന്ത് വരുന്നത്? ഫാറ്റ് ആൻഡ് ഗ്രീസ് റൈസ് ടു സർഫസ്, അതിനെ സ്കം എന്ന് പറയും. റിമൂവ്ഡ് ഫ്രം ടൈം ടു ടൈം ഈസ് ഡിസ്പോസ്ഡ് ഓഫ്. അതിൻ്റെ നമ്മൾ അതിൽ വരുന്ന ഫാറ്റും അതുപോലെ തന്നെ ഗ്രീസും കാര്യങ്ങളൊക്കെ എവിടെ വരുന്നത്? റൈസ് ടു ദി സർഫസ് വരുന്നു. ഈ ടാങ്കിൻ്റെ സർഫസിൽ ഉപരിതലത്തിലേക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് ഗ്രീസ് പദാർത്ഥങ്ങളൊക്കെ മുകളിലേക്ക് വരും. അതും നമ്മൾ കൃത്യമായിട്ട് അതാത് സമയത്ത് അത് റിമൂവ് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ഇൻ ദി സീവേജ് അറ്റാക്ക് കോംപ്ലക്സ് organic solids and break them into simple soluble substance ammonia. അതിൽ ഇപ്പോൾ മൈക്രോ ഓർഗാനിസം ഉണ്ടാവും, പിന്നെ അതുപോലെ എന്തുണ്ടാവും? നമ്മൾ ഈ ടാങ്കിനകത്ത് വെക്കുമ്പോൾ അതിനകത്തുള്ള സോളിഡ്സിനെ, കോംപ്ലക്സ് ഓർഗാനിക് സോളിഡ്സിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ എന്തുണ്ടാവും? സിമ്പിൾ സോലുബിൾ സബ്സ്റ്റൻസ് അമോണിയയാക്കി മാറ്റും. ഇഫ് സീവേജ് കണ്ടെയ്ൻ ഓർഗാനിക് ട്രേഡ് വേസ്റ്റ്, it is treated with chemicals such as aluminum sulfate and ferrous sulfate, lime. ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ സോളിഡ് വേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ലേ, ഫാക്ടറിയിൽ നിന്ന് വരുന്നതും അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളുണ്ട്. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതും എന്ത് വെച്ചാണ്? ഇത് സീവേജ് കണ്ടെയ്ൻ ഓർഗാനിക് ട്രേഡ് വേസ്റ്റ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് കെമിക്കൽസ്. ലൈം ഉപയോഗിക്കും, അലുമിനിയം സൾഫേറ്റ് ഉപയോഗിക്കും, ഫെറസ് സൾഫേറ്റ് ഉപയോഗിക്കും. മാർക്ക് ചെയ്ത് പോവുക. ഓർഗാനിക് ട്രേഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യുന്നത്, സീവേജിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് ട്രേഡ് വേസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നത് ലൈം, അലുമിനിയം സൾഫേറ്റ് ആൻഡ് ഫെറസ് സൾഫേറ്റ് ഉപയോഗിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അവിടെ നമുക്ക് സ്കം രൂപപ്പെടുന്നത് ഈ ടാങ്കിൻ്റെ സർഫസ് ഭാഗത്ത് അത് റിമൂവ് ചെയ്യും. സ്ലഡ്ജ് രൂപപ്പെടുന്നത് ഈ ഗ്രാവിറ്റി പ്രകാരം താഴേക്ക് സെഡിമെന്റ് ചെയ്യുന്ന സ്ലഡ്ജ്, അതും മെക്കാനിക്കലായിട്ട് റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് അതിനകത്ത് വരുന്ന ഓർഗാനിക് സോളിഡ്സിനെല്ലാം വിഘടിപ്പിച്ച് അമോണിയയാക്കി മാറ്റും. ഇനി മറ്റേ ഓർഗാനിക് ട്രേഡ് വേസ്റ്റുകളാണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ ലൈം, അലുമിനിയം സൾഫേറ്റ്, അതേപോലെ തന്നെ ഫെറസ് സൾഫേറ്റ് തുടങ്ങിയ കെമിക്കലുകൾ നമ്മൾ ഉപയോഗിക്കും. ഇനി അടുത്തത് വരുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്താണ് ചെയ്യുന്നത്? ദി എഫ്ലുവൻറ്റ് ഫ്രം ദി പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് still contain a portion of organic matter in solution or colloidal state and numerous living organisms. ഇപ്പം നമ്മൾ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് വരുന്ന ആ എഫ്ലുവൻറ്റ്, അതിനകത്ത് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. ഇൻ സൊല്യൂഷൻ ഓർ കൊളൈഡൽ സ്റ്റേറ്റ് ആൻഡ് ന്യൂമറസ് ലിവിങ് ഓർഗാനിസംസ് ഉണ്ടാവും. ഓർഗാനിക് മാറ്റേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇറ്റ് ഹാസ് എ ഹൈ ഡിമാൻഡ് ഫോർ ഓക്സിജൻ ക്യാൻ ബി യൂസ്ഡ് ടു പൊല്യൂഷൻ of soil and water. It has a high demand for oxygen and can cause pollution of soil and water. അപ്പോൾ അവിടേക്ക് ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലേക്ക് വരുന്നത് നമുക്ക് അവിടെ ഓക്സിജൻ ഡിമാൻഡ് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഹാസ് ഓക്സിജൻ ഡിമാൻഡ് ഇല്ലെങ്കിൽ എന്തുണ്ടാവും? അത് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ആവും, സോയിൽ പൊല്യൂഷൻ ആവും. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഫർദർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അയറോബിക് ഓക്സിഡേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് വീണ്ടും ഒരു എയറോബിക് ഓക്സിഡേഷൻ
ട്രീറ്റ്മെൻറ്റ് കൂടെ നടത്തും. ആ എയറോബിക് ട്രീറ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് ആ ഒരു വരുന്ന എഫ്ലുവൻറ്റ് നമുക്ക് സുരക്ഷിതമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുക്കിവിടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ചെയ്യാനോ കഴിയുള്ളൂ. അല്ലാത്ത പക്ഷം അതിനകത്ത് ഈ പൊല്യൂഷന് സാധ്യതയുള്ളതാണ്. അപ്പം അതിന് വീണ്ടും അത് ഓക്സിഡേഷൻ എയറോബിക് ഓക്സിഡേഷൻ നടത്തും. സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് എയറോബിക് ഓക്സിഡേഷൻ നടത്തും. അതിൽ വരുന്ന മെത്തേഡുകളാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ് നടത്തും. ഒരു മെത്തേഡിൻ്റെ പേരാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ് നടത്തുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ മെത്തേഡുകൾ എന്താണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡിൽ എന്തൊക്കെയാണ് നോക്കുന്നത്? അതൊരു ബെഡാണ്. നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ അതിലൊക്കെ നമ്മളൊരു വാട്ടർ ബെഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ, അതുപോലെ ഇതും ഈ ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ് അതൊരു ബെഡാണ്. ആ ബെഡിനകത്ത് എന്താ വരുന്നത്? ഓഫ് ക്രഷ്ഡ് സ്റ്റോൺസ് ഓർ സിങ്കർ അബൌട്ട് 1 to 2 meter deep and 2 to 30 meter diameter depending upon the size of the population. അതൊരു പോപ്പുലേഷൻ ഏരിയയിൽ അപ്പം ഓരോ ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു ഫിൽട്ടർ മെത്തേഡിൽ പറഞ്ഞാൽ ആ ബെഡ്, ആ ഒരു ക്രസ്റ്റഡ് സ്റ്റോൺസ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ആ ഒരു ബെഡ് അല്ലെങ്കിൽ ടാങ്ക്, ആ ബെഡിനകത്ത് എത്രയാണ്? 4 മുതൽ 4 to 8 ഫീറ്റ്, 1 മുതൽ 2 മീറ്റർ അല്ലെങ്കിൽ 4 മുതൽ 8 അടി താഴ്ചയിലും, അതേപോലെ തന്നെ 2 to 30 മീറ്റർ എന്ന് പറഞ്ഞാൽ 6 മുതൽ 100 മീറ്റർ ഡയമീറ്ററിലാണ് ആ ഒരു ട്രിക്ലിംഗ് മെത്തേഡിനാണ് ഉപയോഗിക്കുന്ന ബെഡ് ഉണ്ടാക്കുക. ഡിപ്പെൻഡിങ് അപ്പോൺ ദി പോപ്പുലേഷൻ, സൈസ് ഓഫ് പോപ്പുലേഷൻ, എത്രത്തോളം പോപ്പുലേഷനാണ്, എത്രത്തോളം സീവേജ് ആണോ വന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇനി എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്താണ് വരുന്നത്? എഫ്ലുവൻറ്റ് ഫ്രം പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് സ്പ്രിങ്കേഡ് യൂണിഫോംലി ഓൺ ദി സർഫസ് ഓഫ് ദി ബെഡ് ആർ റിവോൾവിംഗ് ഡിസീസ്. അതിനൊക്കെ ഇങ്ങനെ അത് ഒരു സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും. എഫ്ലുവൻറ്റ് ഫ്രം പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് ഈ സ്പ്രിങ്കിൾഡ് യൂണിഫോംലി ഓൺ ദി സർഫസ് ആണ് പറയുന്നത്. യൂണിഫോംലി പറഞ്ഞാൽ ഒരേ തോതിൽ അതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നടക്കുന്നത്? ദി ഡിവൈസ് കൺസിസ്റ്റ് ഓഫ് ഹോളോ പൈപ്സ് ഹാവിംഗ് റോ ഓഫ് ഹോൾസ്. അതിനകത്ത് നിറയെ ഹോൾ പൈപ്പുകളുണ്ട്. അപ്പോൾ ഈ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ അതിനകത്ത് നടക്കുന്ന പ്രൊസീജിയർ എന്ത്? പൈപ്സ് കീപ്പിംഗ് റൊട്ടേറ്റിംഗ് sprinkle the effluent in a thin film on the surface of filter. Sprinkle the effluent in a thin film on the surface of filter. ആ ഫിൽറ്ററിൻ്റെ മുകളിൽ ഒരു തിൻ ഫിലിം പോലെ വരും. അതിന് ശേഷം എ വെരി കോംപ്ലക്സ് ബയോളജിക്കൽ ഗ്രോത്ത് കൺസിസ്റ്റ് ഓഫ് ആൽഗെ, ഫംഗി, പ്രോട്ടോസോവ, ബാക്ടീരിയ ഒക്കേഴ്സ് ഓൺ ദി സർഫസ് ആൻഡ് ഡൗൺ ഫ്രം ദി ഫിൽറ്റർ. നമ്മൾ സൂഗ്ലിയർ ലെയർ എന്താണെന്ന് പഠിച്ചല്ലേ? സൂഗ്ലിയർ ലെയർ അതാണ് പറയുന്നത്. അത് ഈ ഓപ്പണായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടൈം എടുത്ത് ചെയ്യുമ്പോൾ അപ്പം വാട്ടർ കണ്ടൻറ്റുകളൊക്കെ കുറച്ച് അധികം ദിവസം കെട്ടി നിന്നാലും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം അവിടെയും ഇതേപോലെയുള്ള ഒരു ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാവും. ആഫ്റ്റർ ദി എഫ്ലുവൻറ്റ് പെർക്കുലേറ്റ് ത്രൂ എ ഫിൽറ്റർ ബെഡ് ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡേഷൻ ബൈ ദി ബാക്ടീരിയൽ ഫ്ലോറ ഇൻ ദി സൂഗ്ലിയർ ലെയർ. അതുവഴി അപ്പം ഈ വരുന്ന സീവേജ് ആ ഒരു എഫ്ലുവൻറ്റ് പെർക്കുലേറ്റ് ത്രൂ ദി ഫിൽട്ടർ ബെഡ്, ഈ ഫിൽട്ടർ ബെഡിനകത്ത് പെർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ബൈ ദി ബാക്ടീരിയൽ ഫ്ലോറ. ഈ സൂഗ്ലിയർ ലെയറിലുള്ള ബാക്ടീരിയൽ ഫ്ലോറ വഴി അത് ഓക്സിഡൈസ് ചെയ്യും. തന്നെയല്ല ഡു നോട്ട് നീഡ് റസ്റ്റ് പോസസ് ബിക്കോസ് wind blows freely through the bed supplying the oxygen needed by the suglial flora. അതിന് എന്താണ് വേണ്ടത്? ഒരു റസ്റ്റിംഗ് സമയമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒന്നും ആവശ്യമില്ല. കാരണം ഇത്ര വൈഡായിട്ടുള്ള ഒരു വലിയ, ഇപ്പം ഒരു 100 അടി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ടാങ്കാണ് അല്ലേ. ഈ വലിയൊരു ടാങ്കിനകത്തേക്ക് വായുവിൻ്റെ സമ്പർക്കം ഉണ്ടാവും. അതുവഴി അതിനകത്തേക്ക് കൃത്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും. അതാ പറയുന്നത് വിൻഡ് ഫ്ലോ ഫ്രീലി ത്രൂ ദി ബെഡ് സപ്ലൈങ് ഓക്സിജൻ. അവിടെ ഓക്സിജൻ ലഭ്യമായിക്കൊണ്ടിരിക്കും. അതുവഴി കൃത്യമായിട്ട് അവിടെ ഓക്സിഡേഷൻ നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. ഇനി എന്താ പറയുന്നത്? സൂഗ്ലിയർ ലെയർ ലീവ്സ്, ഗ്രോവ്സ് ആൻഡ് ഡൈസ്. അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. പിന്നെ അത് വളർന്നുകൊണ്ടിരിക്കും. പിന്നെ അത് ചീത്തായിക്കൊണ്ടിരിക്കും. ദി ഡെഡ് മാറ്റർ സോർട്ട് ഓഫ് break away and is washed down the filter. It is
ലൈറ്റ് ഗ്രീൻ ഫ്ലോക്കുലൻ്റ് മെറ്റീരിയൽ കാൾഡ് ഹ്യൂമസ്. അപ്പോൾ ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? ദ ഡെഡ് മാറ്റർ sort of break away and wash down the filter. It is light green. അല്ലേ? ഈ ഡെഡ് മാറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? സുഗുലർ ലെയർ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചു. അത് സുഗുലർ ലെയർ വളർന്നുകൊണ്ടിരിക്കും, അത് അവിടെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ലെയറൊക്കെ അത് ഡെഡായിക്കൊണ്ടിരിക്കും. ഈ ഡെഡ് മാറ്റർ sort of break the away the wash down the filter. ആ ഫിൽറ്ററിൽ വന്നിരിക്കുന്ന ഡെഡ് മാറ്റേഴ്സ് അതൊരു ലൈറ്റ് ഗ്രീൻ കളറാവും, ഫ്ലോക്കുലൻ്റ് മെറ്റീരിയലായിരിക്കും. അതിന് പറയുന്ന പേരാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. എല്ലാവരും ഫ്ലോക്കുലൻ്റ് പറഞ്ഞാൽ നമുക്കറിയില്ല, ഒരു തരം വഴുവഴുപ്പുള്ള ഒരു പദാർത്ഥത്തിനെയാണ് നമ്മൾ ഹ്യൂമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? ഓക്സിഡൈസ്ഡ് സീവേജ് ഈസ് നൗ ലെഡ് ഇൻ ടു ദി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് ഓർ ഹ്യൂമസ് ടാങ്ക് എന്ന് പറയുന്നതാണ് ഹ്യൂമസ് ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ ചെയ്ത് കഴിയുന്ന ഈ സീവേജ് പിന്നീട് നമ്മൾ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്കാണ് കടത്തിവിടുന്നത്. ഓക്കെ, അപ്പോൾ ട്രിക്ലിംഗ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ട്രിക്ലിംഗ് മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡയമീറ്ററിൽ ഒരു ടാങ്ക് ഉണ്ടാവും. അതിനകത്തേക്ക് ഈ നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിരിക്കുന്ന സീവേജ് അതിനകത്തേക്ക് സ്പ്രിങ്കിൾ ചെയ്യും. അവിടെ നിന്നാണ് നമ്മളിപ്പം സുഗ്ലിയർ ലെയർ വഴി സുഗ്ലിയർ ലെയർ ഉണ്ടാവും. ആ സുഗ്ലിയർ ലെയർ ഒരുപാട് വളരുന്തോറും അങ്ങനെ ഒരു വളർച്ച ഉണ്ടാവും. അതുപോലെ തന്നെ അത് ഇങ്ങനെ പെരുകും, പിന്നെ അത് തന്നെ നശിക്കാനും തുടങ്ങും. അത്തരത്തിലുള്ള ഈ ഡെഡ് മെറ്റീരിയൽസ് എല്ലാം കളക്റ്റീവ്ലി എല്ലാം അതൊക്കെ സോർട്ട് ചെയ്തിട്ട് അത് വാഷ് ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഓക്സിഡൈസ്ഡ് സീവേജ് പിന്നെ നമ്മൾ എവിടേക്കാണ് കൊടുക്കുന്നത്? സീവേജ് നൗ ലെഡ് ടു ദി സെക്കൻഡറി സെഡിമെന്റേഷൻ അല്ലെങ്കിൽ ഹ്യൂമസ് ടാങ്ക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമ്മൾ അതിനെ പാസ് ചെയ്യും. അടുത്തത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. നമ്മൾ രണ്ട് പ്രോസസ്സ് പറഞ്ഞു അല്ലേ? ഒന്ന് ട്രിക്ലിംഗ് മെത്തേഡും അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറഞ്ഞു. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സിൽ എന്താണ് പ്രധാനമായിട്ട് വരുന്നത്? ചിത്രത്തിനകത്ത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഇറ്റ് ഈസ് ദി മോഡേൺ മെത്തേഡ് ഓഫ് ദി പ്യൂരിഫൈങ് സീവേജ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് മോഡേൺ മെത്തേഡ് ഓഫ് പ്യൂരിഫൈങ് സീവേജ് ആണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്. ഇനി അടുത്ത അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിക്കാനുണ്ട്. ഹാർട്ട് ഓഫ് ദി പ്രോസസ്സ് എന്ന് പറയുന്നത് എയറേഷൻ ടാങ്ക് ആണ്. ഹാർട്ട് ഓഫ് ദി പ്രോസസ്സിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് എയറേഷൻ ടാങ്ക് ആണ്. അപ്പം ദി മോഡേൺ മെത്തേഡ് ഓഫ് പ്യൂരിഫൈങ് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. ഇനി അതുമല്ല ഹാർട്ട് ഓഫ് ദി പ്രോസസ് എന്ന് പറയുന്ന പേരാണ് എയറേഷൻ ടാങ്ക്. ഓക്കെ, ഇനി നമുക്ക് പ്രോസസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളിലേക്ക് പോവാം. ദി എഫ്ലൂയിഡ് ഫ്രം പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് മിക്സ്ഡ് വിത്ത് സ്ലഡ്ജ് drawn from the final setting tank, also known as activated sludge. The sludge is rich culture of aerobic bacteria. ഈ സ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എയറോബിക് ബാക്ടീരിയ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? ഈ നമ്മളിപ്പം ഈ പ്രൈമറി സെഡിമെന്റേഷൻ കഴിഞ്ഞ് ടാങ്ക് മിക്സ്ഡ് വിത്ത് സ്ലഡ്ജ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടു സ്ലഡ്ജ് എന്താണ്? സ്ലഡ്ജ് ഡ്രോൺ ഫ്രം ദി ഫൈനൽ സെറ്റിംഗ് ടാങ്കിലേക്ക്. അപ്പോൾ ഈ സ്ലഡ്ജിനകത്ത് എന്താണ് ഉണ്ടാവുക? ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിനകത്ത് അതിന് റിച്ച് കൾച്ചർ ഓഫ് അറോബിക് ബാക്ടീരിയ ആണ്. അപ്പോൾ അറോബിക് ബാക്ടീരിയ റിച്ച് ആണ് ഉള്ളത്. ദി പ്രൊപ്പോർഷൻ ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് കമ്മിങ് എഫ്ലൂവൻ്റ് ഈസ് 20 to 30. അങ്ങനെ പ്രൊപ്പോർഷൻ പറയുന്നതാണ്. പ്രൊപ്പോർഷൻ ഓഫ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ടു ഇൻകമ്മിങ് എഫ്ലൂവൻ്റ് 20 to 30% ആണ് ഉണ്ടാവുന്നത്. Mixture is subjected to aeration in the aeration chamber for 6 to 8 hours. അവിടെയും നമ്മൾ 6 മുതൽ 8 മണിക്കൂർ അവിടെ നമ്മൾ ആ ടാങ്കിനകത്തേക്ക് എയറേഷൻ ചാമ്പറിൽ നമ്മൾ അത് സ്റ്റോർ ചെയ്യും ഇല്ലേ? 6 മുതൽ 8 മണിക്കൂർ വരെ അതിന് എയറേഷൻ ചാമ്പറിൽ സ്റ്റോർ ചെയ്യും. Aeration accomplished by mechanical agitation or by forcing compressed air continuously from the bottom of the aeration tank. എയറേഷൻ ടാങ്കിൽ എന്താണ് ഉണ്ടാകുന്നത്? അതിനകത്ത് വരുന്ന പ്രക്രിയ എന്താണെങ്കിൽ എയറേഷൻ കംപ്ലീഷൻ മെക്കാനിക്കലി അജിറ്റേഷൻ, അത് മെക്കാനിക്കലായിട്ട് അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബൈ ഫോഴ്സിങ് കംപ്രസ്ഡ് എയർ കണ്ടിന്യൂസ്ലി,
കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള എയർ ഫോഴ്സിങ് അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും ഫ്രം ദി ബോട്ടിൽ ഓഫ് ദി എയറേഷൻ ടാങ്ക്. ഇനി അവിടെ നിന്ന് വന്നാൽ ഡ്യൂറിങ് ദി പ്രോസസ് ഓർഗാനിക് മാറ്റർ ഓഫ് ദി സീവേജ് ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പ്രോസസ്സിൽ ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ചെയ്തിട്ട് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രേറ്റ്, വാട്ടർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് എയറോബിക് ബാക്ടീരിയ ഇൻ ദി ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. അപ്പോൾ ഈ സ്ലഡ്ജിനകത്ത് ഈ പ്രോസസ്സ് നടക്കുമ്പോൾ എന്താണ് ഓർഗാനിക് മാറ്റർ ഓഫ് ദി സിവേജ് ഗെറ്റ് ഓക്സിഡൈസ്. ഓർഗാനിക് മാറ്റർ ഈ സിവേജിൽ അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് മാറ്ററുകൾ അത് ഓക്സിഡൈസ് ചെയ്ത് അതിന് ബൈ പ്രോഡക്റ്റുകളായിട്ട് അതിന് എന്തൊക്കെ ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, നൈട്രേറ്റും വാട്ടറുമാണ് ഉണ്ടാവുന്നത്. എന്തിൻ്റെ സഹായത്താലാണ്? എയറോബിക് ബാക്ടീരിയയുടെ സഹായത്താലാണ് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഓക്സിഡൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിനകത്ത് പ്രധാനമായിട്ടും നോക്കാനുള്ളത് തൈറോയിഡ് ആൻഡ് കോളറ ഓർഗാനിസം ആർ ഡിസ്ട്രോയിഡ്. തൈറോയിഡിൻ്റെയും കോളറ ഓർഗാനിസംസും വരെ ഈ പ്രോസസ്സ് വഴി, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് വഴി ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയും. ദിസ് പ്ലാന്റ് ഓക്യുപ്പൈസ് ലെസ് സ്പേസ് റിക്വയർഡ് സ്കിൽഡ് ഓപ്പറേഷൻ. ഈ പ്ലാന്റിന് വളരെ കുറഞ്ഞ സ്പേസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ വേണം. അത് കൃത്യമായിട്ട് അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നടത്താൻ വളരെ അതിന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് സൂട്ടബിൾ ഫോർ ലാർജർ സിറ്റീസ്, വലിയ സിറ്റികൾക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി സെക്കൻഡറി സെഡിമെന്റേഷനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മളിപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ട്രിക്ലിംഗ് മെത്തേഡ് പഠിച്ചു, ട്രിക്ലിംഗ് ഫിൽട്ടർ മെത്തേഡ്, അതുപോലെ തന്നെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും പഠിച്ചു. ഇനി സെക്കൻഡറി സെഡിമെന്റേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ദി ഓക്സിഡൈസ്ഡ് സീവേജ് ഫ്രം ദി ട്രിക്ലിംഗ് ഫിൽട്ടർ ഓർ എയറേഷൻ ചേംബർ ലീഡിംഗ് ടു ദി സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്ക് where it is detained for 2 to 3 hours. 2 മുതൽ 3 മണിക്കൂർ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് നമ്മൾ ഈ സേവേജ് പാസ് ചെയ്യും. അവിടെ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? സ്ലഡ്ജ് ദാറ്റ് ഈസ് കോൾഡ് ആസ് എയറേറ്റഡ് സ്ലഡ്ജ് ഓർ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ബിക്കോസ് ഫുള്ളി എയറേറ്റഡ് അല്ലേ? ഈ സ്ലഡ്ജിന്റെ അവസാനം എന്താണത്? അവസാനം വരുന്ന രൂപമാണ് വരുന്നത് എയറേറ്റഡ് സ്ലഡ്ജ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഫുള്ളി എയറേറ്റഡ് ആയിരിക്കും സെക്കൻഡറി സെഡിമെന്റേഷനിലേക്ക് എത്തുമ്പോൾ. ഇറ്റ് ഈസ് ഇന്നൊഫെൻസീവ് റിച്ച് ബാക്ടീരിയ, നൈട്രജൻ ആൻഡ് ഫോസ്ഫേറ്റ് ഇഫ് ഡീഹൈഡ്രേറ്റഡ്. ഇറ്റ് ഈസ് വാല്യുബിൾ മാനർ അല്ലേ? ഇന്നൊഫെൻസീവ് ആവും, അതിൻ്റെ ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല, അതിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മറ്റ് അപ്പിയറൻസോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. റിച്ച് ഇൻ ബാക്ടീരിയ നിറഞ്ഞതാവും. അതേപോലെ തന്നെ നൈട്രജൻ, ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ടാവും. അത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വാല്യുബിൾ മാനർ എന്ന് പറഞ്ഞാൽ നമുക്കത് മറ്റേ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനർ എന്ന് പറഞ്ഞാൽ വളം എന്ന് പറയില്ലേ, കൃത്യമായിട്ടുള്ള നല്ല രീതിയിൽ വളമായിട്ടത് മാറിയിട്ടുണ്ടാവും സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് എത്തിയിട്ട്. Part of activated sludge is pumped back into the aeration tank. In the activated sludge process, rest pumped into the sludge digestion tank for treatment and disposal. പിന്നെ അവിടെ നിന്ന് വരുന്നത് നമ്മൾ ഈ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിൽ നിന്ന് പാർട്ട് ഓഫ് ദി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പമ്പ്ഡ് ബാക്ക് aeration tank in the activated sludge process. Rest pumped into the sludge digestion tank for treatment and disposal വേണ്ടിയിട്ട് നമ്മളത് പമ്പ് ചെയ്ത് വിടും. സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് എത്തുമ്പോഴേക്കും ആ ഒരു സീവേജിൻ്റെ ഗുണനിലവാരം മാറിയിരിക്കും. അത് ഇന്നൊഫെൻസീവ് ആയിരിക്കും, ബാക്ടീരിയ നിറഞ്ഞതായിരിക്കും, അതുപോലെ തന്നെ നൈട്രേറ്റും ഫോസ്ഫേറ്റും എല്ലാം ഉണ്ടായിരിക്കും. അതൊരു വാല്യുബിൾ മാനുവറായിട്ട് മാറിയിരിക്കും. ഇനി നമുക്കിപ്പം സ്ലഡ്ജ് എവിടം വരെ എത്തിയെന്ന് അറിയാം അല്ലേ? പിന്നെ ഈ സ്ലഡ്ജിൻ്റെ മെത്തേഡ് ഓഫ് സ്ലഡ്ജ് ഡിസ്പോസൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അത് സ്ലഡ്ജായിട്ട് മാറി. ഇനി ഈ സ്ലഡ്ജിനെ എങ്ങനെയൊക്കെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത്? നമുക്കിത് ചുമ്മാ ഒഴുക്കി വിട്ടാൽ പോരല്ലോ, ഇതിന് കൃത്യമായിട്ടുള്ള നല്ല രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ രീതിയിലാണ് സ്ലഡ്ജ് എങ്ങനെയൊക്കെയാണ് ഡിസ്പോസൽ ചെയ്യേണ്ടത് നോക്കാം.
അതിൽ ഫസ്റ്റിൽ പറയുന്നത് സ്ലഡ്ജ് ഡൈജഷൻ ആണ് അല്ലേ. എന്താണ് സ്ലഡ്ജ് ഡൈജഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് ഈ incubated water favorable condition of temperature at pH, it undergoes aerobic autodigestion in which complex solids are broken down into water, carbon dioxide, methane and ammonia. Sludge digestion കാര്യമാണ് പറയുന്നത്. The volume of sludge also considerably reduced. It takes 3 to 4 weeks or longer for completed sludge digestion. Reduce inoffensive sticky and tarry mud which will dry readily and from excellent manner. അപ്പോൾ എന്താണ് സ്ലഡ്ജ് ഡൈജക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് അത്? സ്ലഡ്ജ് ഡിസ്പോസലിൻ്റെ ഭാഗത്തായിട്ട് വരുന്നത് സ്ലഡ്ജ് ഡൈജക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫേവറബിൾ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മളത് ഇൻക്യുബേറ്റ് ചെയ്ത് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ, ടെമ്പറേച്ചർ, pH, അതേപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഫേവറബിൾ കണ്ടീഷനിൽ എത്തിയത് ഇറ്റ് അണ്ടർഗോസ് അനോറോബിക് ഓട്ടോഡൈജഷൻ. അത് എന്തിനാ ചെയ്യുന്നത്? ഇൻ വിച്ച് കോംപ്ലക്സ് സോളിഡ്സ് ആർ ബ്രോക്കൺ ഡൗൺ, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ ആൻഡ് അമോണിയ. ഇത്രയും ഈ കോംപ്ലക്സ് സോളിഡ്സിനെല്ലാം വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ ഒക്കെ ആക്കിയിട്ട് അമോണിയ എല്ലാം ആക്കി അത് ബ്രോക്ക് ഡൗൺ ആക്കും. ഇതാണ് സ്ലഡ്ജ് ഡൈജഷനിൽ ചെയ്യുന്നത്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ തന്നെ വേണം, ടെമ്പറേച്ചറും അതേപോലെ തന്നെ pHഉം കറക്റ്റായിട്ട് നിന്നാൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. ഇനി എത്ര സമയം എത്രയാണ് എടുക്കുന്നത്? ഇറ്റ് ടേക്ക് 3 to 4 weeks ഓർ ലോങ്ങർ ഫോർ കംപ്ലീറ്റ് സ്ലഡ്ജ് ഡൈജഷൻ. 3 മുതൽ 4 ആഴ്ചയോളം സമയം കംപ്ലീറ്റ് ഡൈജഷന് വേണ്ടി എടുക്കും. അതാണ് സ്ലഡ്ജ് ഡൈജഷനിൽ വരുന്നത്. അവിടെ പറയുന്ന ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട്. മീഥേൻ ഗ്യാസ് റിലീസ്ഡ് ക്യാൻ ബി യൂസ്ഡ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് പ്രോസസ്. മീഥേൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്പോസൽ ചെയ്യുന്നത് സീ ഡിസ്പോസൽ ചെയ്യാം. സീ കോസ്റ്റ് ഡൗൺ ആൻഡ് സിറ്റീസ് ക്യാൻ ഡിസ്പോസ്ഡ് സ്ലഡ്ജ് ബൈ പമ്പിങ് ഇൻ ടു സീ. കടലിലേക്ക് ഒഴുക്കി വിടാം. ഇനി ലാൻഡിലേക്ക് സ്ലഡ്ജ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ബൈ കമ്പോസ്റ്റിംഗ് വിത്ത് ടൗൺ റെഫ്യൂസ്. ലാൻഡിലേക്ക് അത് ഡിസ്പോസ് ചെയ്യാം ബൈ കമ്പോസ്റ്റിംഗ് വിത്ത് ടൗൺ റെഫ്യൂസിൻ്റെ കൂടെ കമ്പോസ്റ്റിംഗ് ചെയ്ത് ലാൻഡിലേക്ക് ഡിസ്പോസ് ചെയ്യാം. ഇനി ഡിസ്പോസൽ, ഇനി എഫ്ലുവൻറ്റിൻ്റെ ഡിസ്പോസൽ എന്തൊക്കെ തരത്തിലാണെന്ന് നോക്കാം അല്ലേ. എഫ്ലുവൻറ്റിൻ്റെ ഡിസ്പോസൽ എന്തൊക്കെ തരത്തിലാണ്? ഡിസ്പോസൽ ഓഫ് ഡൈലൂഷൻ. എന്താണ് ഡിസ്പോസൽ ഓഫ് ഡൈലൂഷൻ? എന്താ വരുന്നത്? ഡിസ്പോസൽ ഇൻ ടു വാട്ടർ സോഴ്സ് ലൈക്ക് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. നമുക്ക് അത് ഡൈലൂഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കത് ഒഴുക്കി വിടാം വാട്ടർ സോഴ്സിലേക്ക്, റിവേഴ്സിലേക്കോ അല്ലെങ്കിൽ സ്ട്രീംസിലേക്കൊക്കെ ഒഴുക്കി വിടാം. എഫ്ലുവൻറ്റ് ഈസ് ഡൈലൂറ്റഡ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ആർ ഓക്സിഡൈസ്ഡ് ബൈ ദി ഡിസോൾവ്ഡ് ഓക്സിജൻ വാട്ടർ. ഈ ഒഴുക്കി വിടുന്ന എഫ്ലുവൻറ്റ് ഡൈലൂറ്റഡ് ആൻഡ് ഇംപ്യൂരിറ്റീസ് ആർ ഓക്സിഡൈസ്ഡ്. അതിനകത്ത് വരുന്ന ഇംപ്യൂരിറ്റീസ് എല്ലാം ഓക്സിഡൈസ് ചെയ്തിട്ട് ഏത് വഴി ഓക്സിഡൈസ് ചെയ്യും? അതിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ വഴി ആ ഇംപ്യൂരിറ്റീസ് എല്ലാം ഓക്സിഡൈസ് ചെയ്യും. ഇനി എഫ്ലുവൻറ്റ് മസ്റ്റ് റെൻഡഡ് ഫ്രീ ഫ്രം പാത്തോജനിക് ഓർഗാനിസം ബൈ ക്ലോറിനേഷൻ. നമ്മളത് കൃത്യമായിട്ട് ക്ലോറിനേഷൻ ചെയ്തിട്ട് അതിനകത്ത് പാത്തോജനിക് ഓർഗാനിസംസ് എല്ലാം റിമൂവ് ചെയ്യേണ്ടതാണ്. ഇറ്റ് റെക്കമെൻഡ് ദാറ്റ് എഫ്ലുവൻറ്റ് ഷുഡ് നോട്ട് ബി ഹാവ് മോർ ദാൻ 30 milligram ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 20 milligram per liter. നമ്മൾ ഡൈലൂഷൻ ചെയ്യുമ്പോൾ എഫ്ലുവൻറ്റ് ഡൈലൂട്ട് ആണ് റെക്കമെൻഡ്. ദി എഫ്ലുവൻറ്റ് ഷുഡ് നോട്ട് ഹാവ് മോർ ദാൻ 30 milligram per liter സോളിഡ് ഇംപ്യൂരിറ്റീസ്. 30 milligram per liter സോളിഡ് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവാൻ പാടില്ല. ബയോമെഡിക്കൽ ഓക്സിജൻ ഡിമാൻഡ് നോട്ട് ബി മോർ ദാൻ 20 milligram per liter. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ലാൻഡ് ഡിസ്പോസൽ എന്താ വരുന്നത്? ഡിസ്പോസൽ ഓൺ ലാൻഡ്. ഈ സ്യൂട്ടബിൾ ലാൻഡ് ഈസ് അവൈലബിൾ. ദി എഫ്ലുവൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ പ്രോസസ്സിന് എഫ്ലുവൻറ്റ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി മറ്റ് മെത്തേഡുകളിലേക്ക് വരുമ്പോൾ ഓരോ മെത്തേഡ് ഓഫ് സീവേജ് ഡിസ്പോസൽ, സീ ഔട്ട് ഫോൾ വരുന്നുണ്ട്. സീ ഔട്ട് ഫോളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. സീ കോസ്റ്റ് ഡൗൺ ആൻഡ് സിറ്റീസ് മസ്റ്റ് ഡിസ്പോസൽ ദയർ സീവേജ് ബൈ ഡിസ്ചാർജിങ് ഇൻ ടു സീ. കടലിലേക്ക് ഒഴുക്കി വിടും. ഇത് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആ പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെല്ലാം റിമൂവ് ചെയ്തിട്ട് അത് കടലിലേക്ക് ഒഴുക്കി വിടും.
പ്യൂരിഫിക്കേഷൻ ടേക്ക് പ്ലേസ് ഡൈലൂഷൻ സോൾട്ട്സ് ഗെറ്റ് സ്ലോലി ഓക്സിഡൈസ്ഡ്. വളരെ പതുക്കെയാണ് പ്യൂരിഫിക്കേഷൻ നടക്കുകയുള്ളൂ. അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുമ്പോൾ ഒഫൻസീവ് സോളിഡ് മാറ്റർ ക്യാൻ ബി വാഷ്ഡ് ബാക്ക് ടു ദി സീഷോർ ആൻഡ് ക്രിയേറ്റ് പബ്ലിക് ന്യൂസൻസ്. അത് അതിൻ്റെ ഡ്രോബാക്ക് ആണ്. ഒഫൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കടൽ തീരങ്ങളിലേക്ക് തന്നെ തിരയിലൂടെ അടിച്ചു കയറി വരും. അത് ഒഫൻസീവായിട്ട് മാറും. ന്യൂസൻസ് ആണ് ആയിട്ട് മാറുന്നത്. ഇനി റിവർ ഔട്ട്ഫോളിലേക്ക് വരുമ്പോൾ റോ സീവേജ് ഷുഡ് നെവർ ബി ഡിസ്ചാർജ് ഇൻ ടു റിവർ. ഇറ്റ് ഷുഡ് ബി പ്യൂരിഫൈഡ് ഫസ്റ്റ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അത് റിവറിലേക്ക് അത് ഡിസ്ചാർജ് ചെയ്യാൻ പാടില്ല. അത് ഫസ്റ്റ് അത് പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് റിവർ ഔട്ട്ഫോൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ലാൻഡ് ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ സിവേജ് ഫാമിംഗ് എന്ന് വരും. ദിസ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ഇൻ സം ഇന്ത്യൻ ടൗൺസ് ആൻഡ് സിറ്റീസ് നോൺ ആസ് സിവേജ് ഫാമിംഗ് ഓർ ബ്രോഡ് ഇറിഗേഷൻ. ബ്രോഡ് ഇറിഗേഷനിലേക്കും അതേപോലെ തന്നെ അത് പറഞ്ഞാൽ ചില പ്രത്യേക ഇപ്പം ഈ കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റപ്പുല്ലുകളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് അതിനൊക്കെ പറയുന്നതാണ് സീവേജ് ഫാമിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ആഫ്റ്റർ ഗ്രിറ്റ് റിമൂവൽ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് സീവേജ് മേ അപ്ലൈഡ് ടു ലാൻഡ് ഇസ് സഫിഷ്യൻറ്റ് സൂട്ടബിൾ ഫോർ ദി ലാൻഡ് അവൈലബിൾ. ലാൻഡ് ഫില്ലിംഗ് ആണ് പറയുന്നത്, ലാൻഡ് ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. The land is first laid into the ridges and furrows. Sewage is fed into the furrows intermittently and cobs are grown on the ridges. അപ്പം ലാൻഡ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. പോയിന്റുകളൊന്ന് വായിച്ച് എടുത്തു പോവുക. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുമ്പോൾ ആഫ്റ്റർ ഗ്രിഡ് റിമൂവൽ സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് സീവേജ് മേ ബി അപ്ലൈഡ് ടു ദി ലാൻഡ്. ഗ്രിറ്റ് റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ സ്ക്രീനിങ് അറ്റ് ഷോർട്ട് പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് സീവേജ് മേ ബി അപ്ലൈഡ് ടു ദി ലാൻഡ് ഇഫ് സഫിഷ്യൻറ്റ്. അത് നമ്മളതിൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ അതിനകത്തേക്ക് മറ്റേ ഈ സോളിഡ് പാർട്ടിക്കിൾസ് ഒന്നും വരാത്ത രീതിയിൽ അതൊന്ന് സെറ്റിൽമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ഇതിലേക്ക് ഉപയോഗിക്കുള്ളൂ, ലാൻഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുള്ളൂ. ഇനി അടുത്ത് വരുന്നത് ഓക്സിഡേഷൻ പോണ്ടാണ്. ഓക്സിഡേഷൻ പോണ്ടിൽ എന്താണ് വരുന്നത്? ഓക്സിഡേഷൻ പോണ്ടിലെ ചീപ്പ് മെത്തേഡ് ഓഫ് സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ് ഓക്സിഡേഷൻ പോണ്ട് എന്ന് പറഞ്ഞാൽ. വളരെ ചീപ്പായിട്ടുള്ള മെത്തേഡാണ് ഓക്സിഡേഷൻ പോണ്ട്. അപ്പം ഓക്സിഡേഷൻ പോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ടുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. ചീപ്പ് മെത്തേഡ് ഓഫ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഡിഫറെൻറ്റ് നെയിംസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടിട്ടൊന്നുമില്ല. അതിൻ്റെ ഡിഫറൻസ് നെയിംസ് പറയുമ്പോൾ വേസ്റ്റ് സ്റ്റെബിലൈസേഷൻ പോണ്ട് എന്ന് പറയും, അതേപോലെ തന്നെ റോഡക്സ് പോണ്ട് എന്ന് പറയും, സിവേജ് ലഗൂൺസ് എന്നും പറയും. ഓക്സിഡേഷൻ പോണ്ടിന് പറയുന്ന മറ്റ് പേരുകളാണ് വേസ്റ്റ് സ്റ്റെബിലൈസേഷൻ പോണ്ട്, അതേപോലെ തന്നെ റോഡക്സ് പോണ്ട്, സിവേജ് ലഗൂൺസ് എന്നാണ് മറ്റ് പേരുകളിൽ ഓക്സിഡേഷൻ പോണ്ടുകൾ അറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അതൊരു ഓപ്പൺ ഷോളോ പൂളാണ് അത് വരുന്നത്. ഓപ്പൺ ഷോളോ പൂളാണ് അത് വരുന്നത്. 1 to 1.5 മീറ്റർ ഡീപ്പിൽ വരുന്ന ഒരു ഷാളോ അല്ലേ. നമ്മൾ വെൽസിനെ കുറിച്ച് പഠിച്ചല്ലേ, ഡീപ്പ് വെൽ ഷാളോ വെൽ എന്നൊക്കെ പഠിച്ചല്ലേ. അതേപോലെ തന്നെ ഒരു 1 to 1.5 മീറ്റർ ഡീപ്പിൽ വരുന്ന ഒരു ഷാളോ പൂളാണ്. വിത്ത് തന്നെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്. അതിനകത്തേക്ക് ഒരു ഇൻലെറ്റും ഉണ്ടാവും, ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഔട്ട്ലെറ്റ് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇൻലെറ്റ് പറഞ്ഞാൽ അതിനകത്തേക്ക് കടക്കാവുന്ന വഴിയും, ഔട്ട്ലെറ്റ് പറഞ്ഞാൽ അത് പുറത്തേക്ക് പോകാനുള്ളൊരു വഴി. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്പോസൽ ചെയ്യുമ്പോൾ. അത് ഇന്നും ഔട്ട് എന്ന് പറയുന്നത്. ദി ക്വാളിറ്റി ഓഫ് ഓക്സിഡേഷൻ പോണ്ട് ദർ മസ്റ്റ് ബി പ്രസൻസ് ഓഫ്. എന്തൊക്കെയാണ് അതിൻ്റെ പ്രസൻസ് വേണ്ടത്? അതിൻ്റെ ഓക്സിഡേഷൻ പോണ്ടിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ട അതിൻ്റെ പ്രസൻസ് ഉണ്ട്. അതിൻ്റെ ഓക്സിഡേഷൻ പോണ്ട് വരുന്നത് ആൽഗ ഉണ്ടാവണം, സർട്ടൻ ടൈപ്സ് ഓഫ് ബാക്ടീരിയ വിച്ച് ഫീഡ് ഓൺ ഡിക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് സൺലൈറ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം അതിനകത്ത്? സർട്ടൻ ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഉണ്ടായിരിക്കണം, ആൽഗ ഉണ്ടായിരിക്കണം അല്ലേ, വിച്ച് ഫീഡ് ദി ഡിക്കേയിങ് ഓർഗാനിക് മാറ്റേഴ്സ് ആൻഡ് സൺലൈറ്റും ഓർഗാനിക് മാറ്റേഴ്സിനൊക്കെ ആഗിരണം ചെയ്യണം.
Organic matter is oxidized by bacteria to simple chemical compound like carbon dioxide, ammonia and water. ഇനി അതിൻ്റെ ഓക്സിഡേഷൻ പോണ്ടിൽ നടക്കുന്നതാണ്. ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ആവും, സിമ്പിൾ കെമിക്കൽ കോമ്പൗണ്ടുകളായിട്ട് മാറും, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, വാട്ടർ ആയിട്ട് മാറും. ഇനി അവിടെ നിന്ന് വരുന്നത് ഇത് ആൽഗെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സൺലൈറ്റ് യൂട്ടിലൈസ് കാർബൺ ഡൈ ഓക്സൈഡ്, water and inorganic minerals for their growth. Mutual beneficial biological balance between algae and bacteria. അപ്പോൾ ആൽഗെ അതിന് ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആൽഗെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. നമുക്കറിയാം ഈ ഒരു പരിധിയിലധികം ദിവസങ്ങൾ വെള്ളം ഇങ്ങനെ സൺലൈറ്റ് വെച്ച് നിൽക്കുമ്പോൾ അതിനകത്തേക്ക് ഇത്തരത്തിലുള്ള ആൽഗയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കുളങ്ങളും അതുപോലത്തെ ഇതൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ വരുന്നത്? അത് സൂര്യപ്രകാശത്തിൻ്റെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഈ വാട്ടറിൻ്റെ ഒക്കെ പിന്നെ അതേപോലെ തന്നെ ഇൻഓർഗാനിക് മാറ്റേഴ്സിൻ്റെ ഒക്കെ ആകെ വളരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇൻഓർഗാനിക് മിനറൽസ് ഫോർ ദെയർ ഗ്രോൺ, അതും ഇൻഓർഗാനിക് മ്യൂച്വൽ ബെനിഫിഷ്യൽ ബയോളജിക്കൽ ബാലൻസ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ബാക്ടീരിയ. ഇനി വരുന്നത് ഓക്സിജൻ നീഡഡ് ഫോർ ഓക്സിഡേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ബട്ട് മോസ്റ്റ്ലി ഫ്രം ദി ആൽഗെ വിച്ച് ലിബറേറ്റ് ഓക്സിജൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടത് ഈ ഓക്സിഡേഷൻ നടക്കാനുള്ള ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത്? ഓക്സിജൻ നീഡഡ് ഫോർ ഓക്സിഡേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം അറ്റ്മോസ്ഫിയർ ബട്ട് മോസ്റ്റ്ലി ഫ്രം ആൽഗെ. ആൽഗകളാണ് ഈ ഓക്സിഡേഷൻ ചെയ്യാനുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൽഗെ സൺലൈറ്റ് സ്വീകരിച്ച് അവിടെ നിന്ന് ഓക്സിജൻ കൃത്യമായിട്ടുള്ള ആ ലെവലിലെ ഓക്സിഡേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ സൺലൈറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ഫങ്ഷനിങ് ഓക്സിഡേഷൻ പോണ്ട്. ഓക്സിഡേഷൻ പോണ്ടിൽ സൺലൈറ്റിലൂടെ മാത്രമാണ് അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്. സൺലൈറ്റ് ഉണ്ടായാൽ മാത്രമാണ് അത് കൃത്യമായിട്ട് അതിൽ പ്രവർത്തനം നടക്കുകയുള്ളൂ. Sunlight is most important factor functioning of oxidation pond. Oxidation pond are mainly aerobic during sunshine hours and some hours of the night. Aerobic and the oxidation pond are mainly aerobic during sunshine hours. Sunshine hours and some hours of night. രാത്രിയിലാണെങ്കിലും ഓക്സിഡേഷൻ നടക്കും, അതിലെ സൺഷൈൻ ഉള്ള സമയങ്ങളിലാണെങ്കിലും ഓക്സിഡേഷൻ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇറ്റ് റിമൈനിങ് ഹവേഴ്സ് ഓഫ് നൈറ്റ് ബോട്ടം ലെയേഴ്സ് ആർ മെയിൻലി അറോബിക്. രാത്രി സമയങ്ങളിൽ അതിൻ്റെ ബോട്ടം ഭാഗത്താണ് കൃത്യമായിട്ടുള്ള അതിൻ്റെ aerobic ആവുന്നത്. Effluent may treated for large irrigation or discharged into water source after appropriate treatment. എന്താ പറയുന്നത്? effluent may be treated for large irrigation or discharged into water sources after appropriate treatment. അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രമാണ് അത് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് ഓക്സിഡേഷൻ ഡിച്ചസ് ആണ്. ഓക്സിഡേഷൻ ഡിച്ചസിനകത്ത് എന്താ പറയുന്നത്? യൂസ് ഓഫ് മെക്കാനിക്കൽ റോട്ടേഴ്സ് ഫ്രം എക്സ്റ്റെൻഡ് എയറേഷൻ. മെക്കാനിക്കലായിട്ടുള്ള റോട്ടേഴ്സ് ഉപയോഗിക്കും എയറേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാൻഡ് റിക്വയർ ഈസ് ലെസ് കമ്പയർഡ് ടു ഓക്സിഡേഷൻ പോണ്ട്. വളരെ ചെറിയ സ്ഥലത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ലാൻഡ് റിക്വയർ ഈസ് ലെസ് ആസ് കമ്പയർഡ് ടു ഓക്സിഡേഷൻ പോണ്ട്. ഓക്സിഡേഷൻ പോണ്ടിന് അത്രയൊന്നും സ്ഥലം ഓക്സിഡേഷൻ ഡിച്ചസിന് ആവശ്യമില്ല. ദർ ആർ ലോ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഫോർ പ്യൂരിഫിക്കേഷൻ സീവേജ്. പ്യൂരിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റിൽ ലോ കോസ്റ്റ് മെത്തേഡാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ. അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ലോ കോസ്റ്റ് ആയിട്ടുള്ള ലോ കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് സീവേജ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഡിച്ചസ് ആണ്. അപ്പോൾ ഇത്തരം ഭാഗങ്ങൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ വരുന്ന ഭാഗത്തേക്ക് എൻ്റെ സംശയങ്ങൾ വരുമ്പോൾ എന്നെ ഒന്ന് അറിയിക്കുക, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം.
അപ്പം നമ്മുടെ EVSൻ്റെ പോർഷൻ ഫുൾ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുക. ഇനി കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.